ചാലക്കുടി മോതിരക്കണ്ണിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. ആനക്കൂട്ടം പ്രദേശത്ത് തമ്പടിച്ചിട്ട് 4 ദിവസങ്ങളായി. നിരന്തരമായി കൃഷി നശിപ്പിക്കുകയാണ്. വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. തുമ്പൂർമുഴി പത്തയാറിൽ നിന്നും പുഴ കടന്നെത്തുന്ന ആനക്കൂട്ടമാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. വനത്തോട് ചേർന്ന ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടം പലയിടങ്ങളിലും കൃഷിനാശമുണ്ടാക്കിയതായും വൈദ്യുത വേലികൾ നശിപ്പിച്ചതായും നാട്ടുകാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മോതിരക്കണ്ണി തട്ടാശ്ശേരി ഷാജിയുടെ കൃഷിയിടത്തിലെ 400 ഏത്തവാഴകൾ നശിപ്പിക്കുകയും പറമ്പിൽ നിന്നിരുന്ന പന മറിച്ചിടുകയും ചെയ്തു. ആന 3-4 ദിവസമായി ഇപ്പൊ സ്ഥിരം വന്ന് പ്ലാവുകളും തെങ്ങുകളും ഈ പറമ്പൊക്കെ മൊത്തം നശിപ്പിച്ച് കടി കളഞ്ഞൊക്കെയാണ്. അപ്പൊ അതിനുള്ള തീരുമാനം എന്തെങ്കിലും ചെയ്യുക ഗവൺമെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മലയുടെ അരുത്തുള്ള വീടുകളൊക്കെ പഴയ പണ്ടത്തെ വീടാണ്. ആന ഒന്ന് തൊട്ടാ അപ്പൊ പോവത്. അപ്പൊ ഒന്നിലെ പരവണം തുടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഒരു 400 വാഴയോടത്തോളം 4 ദിവസമായിട്ട് പോയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഒരു 300 പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കളഞ്ഞു. ബാക്കി ഇനിയൊരു 1100 വാഴയും കൂടി ഉണ്ട്. 4 ദിവസമായി തുടരുന്ന ആനശല്യത്തിന്റെ വിവരമറിഞ്ഞ MLA സനീഷ് കുമാർ ജോസഫ് സ്ഥലം സന്ദർശിച്ചു. തുടർച്ചയായി പരാതികൾ അറിയിച്ചിട്ടും വനം വകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഞാൻ നമ്മുടെ MLA വിളിച്ചു. MLA ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ വന്നപ്പോൾ വൈകുന്നേരം ആൾ വരുമ്പോഴേക്കും ആന മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഇത്. ഇപ്പോൾ തുടർച്ചയായിട്ട് 5 ദിവസമായി. അപ്പോൾ ആള് വന്ന് DMനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് റേഞ്ചർ അറിയിക്കാത്ത കാരണമാണ് ഞാൻ അറിയാത്ത. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആളെ അയക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നു. പക്ഷേ വന്നിട്ട് അവർ മുകളിൽ കയറി വന്നപ്പോഴേക്കും ആന വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തികൾ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുത വേലിയിൽ മരം തള്ളിയിട്ട് നശിപ്പിച്ചതിന് ശേഷമാണ് ആനകൾ കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്നത്. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലികൾ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.